റാന്നിയിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രളയക്കെടുതിക്ക് കാരണം മണിയാർ ബാരേജ് ആണെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി റാന്നി സ്വദേശി വി ജയകുമാർ 3 വർഷമായി അറ്റകുറ്റപ്പണിയുടെ പേരിൽ തുറന്നു വെച്ചിരിക്കുന്ന ബാരേജ് തുറക്കാൻ സാധ്യതയുണ്ടെന്ന അറിയിപ്പ് നൽകി സർക്കാരും തുറക്കാൻ വൈകിവെന്ന ആരോപണം ഉയർത്തി പ്രതിപക്ഷവും നാട്ടുകാരെ പറ്റിക്കുകയാണെന്ന് ജയകുമാർ പറയുകയാണ്. ഈ ഒരു പോസ്റ്റൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. മാത്രമല്ല ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന ചോദ്യവും ഉയരുകയാണ്. 7 ഷട്ടറുകളാണ് മണിയാറിനുള്ളത്. അടിത്തട്ടിലെ ചെളി ഒഴുകിക്കളയാനുള്ള വാൽവുകളാണ് അതിൽ 2 എണ്ണം. കഴിഞ്ഞ 40 വർഷമായി അവ രണ്ടും ജാമാണ്. അധിക ജലം ഒഴുക്കിവിടാനുള്ളവയാണ് ബാക്കി 5 എണ്ണം. കഴിഞ്ഞ 3 വർഷമായി അവ അറ്റകുറ്റപ്പണിക്കായി അഴിച്ചു വെച്ചിരിക്കുന്നു. വാൽവുകളും അഴിച്ചുപണിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ 3 വർഷമായി ഒറ്റ ഷട്ടറുമില്ലാതെ കിടക്കുന്ന ഈ തടയണയാണ് തുറക്കാൻ സാധ്യത ഉണ്ട് എന്ന് വ്യാജ മുന്നറിയിപ്പ് നൽകി സർക്കാർ റാന്നിക്കാരെ പറ്റിക്കുന്നത്. ഷട്ടറില്ലാത്ത ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ഉഡായിപ്പും കണ്ടു. ഭരിക്കുന്നവർക്കും പ്രതിഷേധിക്കുന്നവർക്കും എല്ലാം അറിയാം യാഥാർത്ഥ്യങ്ങൾ. പക്ഷേ മണിയാർ ഡാം എല്ലാവർക്കും ചക്കരക്കുടമാണ് എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. പോസ്റ്റ് നമുക്ക് നോക്കാം. 3 മാസങ്ങൾക്ക് മുൻപത്തെ മണിയാർ ഡാമിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം പകൽ 3-ന് എടുത്തതും മൂന്നാമത്തേത് ഇന്നലെ എടുത്തതുമാണ്. 7 ഷട്ടറുകളാണ് മണിയാറിനുള്ളത്. അടിത്തട്ടിലെ ചെളി ഒഴുക്കിക്കളയാനുള്ള വാൽവുകളാണ് അതിൽ 2 എണ്ണം. കഴിഞ്ഞ 40 വർഷമായി അവ രണ്ടും ജാമാണ്. അധിക ജലം ഒഴുക്കിവിടാനുള്ളവയാണ് ബാക്കി 5 എണ്ണം. കഴിഞ്ഞ 3 വർഷമായി അവ അറ്റകുറ്റപ്പണിക്കായി അഴിച്ചു വെച്ചിരിക്കുന്നു. വാൽവുകളും അഴിച്ചുപണിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ 3 വർഷമായി ഒറ്റ ഷട്ടറില്ലാതെ കിടക്കുന്ന ഈ തടയണയാണ് തുറക്കാൻ സാധ്യത ഉണ്ടെന്ന് വ്യാജ മുന്നറിയിപ്പ് നൽകി സർക്കാർ റാന്നിക്കാരെ പറ്റിക്കുന്നത്. അങ്ങനെ പറ്റിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ സർക്കാരെ എന്നും പറയുന്നുണ്ട്. ഷട്ടറില്ലാത്ത ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ഉഡായിപ്പും കണ്ടു. ഭരിക്കുന്നവർക്കും പ്രതിഷേധിക്കുന്നവർക്കും എല്ലാം അറിയാം യാഥാർത്ഥ്യങ്ങൾ. പക്ഷേ മണിയാർ ഡാം എല്ലാവർക്കും ചക്കരക്കുടമാണ്. മണിയാറിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുമായുള്ള ഡീലുകൾ മുതൽ ഷട്ടർ പണിയുടെ കരാറും അടിത്തട്ടിലെ ചെളി നീക്കണമെന്ന പേരിൽ നടന്ന മണലൂറ്റും വരെ കിഴക്കൻ മലയിലെ ഡാമുകൾ രാഷ്ട്രീയക്കാർക്ക് പണം കായ്ക്കുന്ന മരമാണ്. ഗവി, കക്കി, കൊച്ചുപമ്പ, ആനത്തോട്, മീനാറ്, മൂഴിയാറ്, അഴുങ്കൽ, കരിക്കയം, മണിയാറ് തുടങ്ങി ചെറുതും വലുതുമായ 10-ലധികം ഡാമുകളാണ് റാന്നിക്കാരുടെ തലയ്ക്ക് മുകളിൽ ജലബോംബുകളായി നിൽക്കുന്നത്. എല്ലായിടത്തെയും വെള്ളം അവസാനം ഒഴുകിയെത്തുന്നതാണ് മണിയാറ്. അതിന്റെ മാനേജ്മെന്റിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചയ്ക്ക് വരെ റാന്നി മുതൽ കുട്ടനാട് വരെയുള്ള ജനം വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഡാമാണെന്ന് ഓർക്കണം. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അഴിച്ച് കരയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക. ശക്തമായ മഴ അടുത്ത 3 മണിക്കൂറിൽ ഉണ്ടാകാമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.